പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, പ്രാർത്ഥന എത്ര ലളിതമാണെങ്കിലും എളിയതാണെങ്കിലും ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കേണ്ടത്? കർത്താവേ, നീയാണ് ഉദ്ദേശിക്കേണ്ടത്. രോഗികളെ, നാനാവിധ രോഗികളെ കർത്താവേ, നിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷന് വന്നു പോയവർ, മനസ്സിടിഞ്ഞവർ, ഇപ്പോൾ കാണുന്നത് പോലെ നെഞ്ചിൻ്റെ ഉള്ളിൽ മുഴയുള്ളവരെ കർത്താവ് സ്പർശിക്കണമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഉടലിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. കർത്താവ്, അടിവയറ്റിലെ വേദനകളും മുഴുവൻ എല്ലാത്തരം അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, എന്തോ കെട്ടിയിരിക്കണ പോലെ തോന്നുന്ന അവസ്ഥകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ജോലി അന്വേഷിച്ച് പോകുന്നവരെ, കർത്താവ്, ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, ഓപ്പറേഷൻ 2.5 മണിക്കൂർ ഉണ്ടാകുമെന്ന് കേട്ടപ്പോഴൊരു പ്രയാസം നേടുന്നവരെ, അതിനെക്കുറിച്ച് ഭയങ്ങൾ തോന്നുന്നവരെ, എല്ലാ ഓപ്പറേഷനുകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ്, പ്രസവത്തിലെ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, സിസേറിയൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നവർ, അങ്ങനെ ഓരോരോ വിഷയത്തിൽ പ്രസവ സംബന്ധമായ വിഷയങ്ങളിൽ വിഷമിക്കുന്നവരും വേദനിക്കുകയും വീർമുട്ടുകയും ചെയ്യുന്നവരുടെ എല്ലാ ഭാരങ്ങളും മാറി മാതാവ് പ്രസവത്തിൻ്റെ ഓപ്പറേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ സമയം നിൻ്റെ കൂടെ കൈകൾ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ നിന്നെ ഏൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ, വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു വചനമാണ് വായിക്കണത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. വിവേചന, ഡിസേൺമെൻ്റ് എന്ന് പറയും. ഡിസേൺമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയം കേൾക്കുമ്പോൾ ആൾക്കാരുടെ മുഴുവൻ പ്രശ്നം എന്താണെന്നറിയാമോ? ഡിസേൺമെൻറ്റിൻ്റെ വയറ് വിട്ടിരിക്കുന്നതാണ് എല്ലാവരുടെയും പ്രശ്നം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു സാധനം അത് നല്ലതാണോ ചീത്തയാണോ, അതിനാ ഡിസേൺമെൻറ്റ്. വിവേചനം എന്ന് പറയും. വിവേചന വരവാ. ഇപ്പോൾ ചെറുക്കന് ജോലിയുണ്ട്, ചെറുക്കന് PR ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ചില അമ്മമാർ, അപ്പോൾ ചില മക്കൾ പറയും, എനിക്കും പോകാം ജർമ്മനിയിൽ, എനിക്കും പോകാൻ ന്യൂസിലൻഡിൽ എന്ന് പറയും. അവിടെ ചെല്ലുമ്പോഴേക്കും ചെറുക്കന് 2 ഭാര്യ ഉണ്ടാകണത്, തീർന്നില്ല പരിപാടി. നീ ചിലപ്പോൾ അവൻ്റെ വിസയിലേക്ക് നീ പോണത്, എനിക്ക് മിണ്ടാൻ പറ്റത്തില്ല. അപ്പോൾ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയത്തില്ല. അതിനാണ് അപ്പോൾ മനുഷ്യന് ഏറ്റവും അത്യാവശ്യം ഈ കണ്ട പണിയെല്ലാം ആൾക്കാർ വാങ്ങിച്ചിരിക്കുന്നത് വിവേചന വരവില്ലാത്തത് കൊണ്ടാണ്. നല്ലതാണോ ചീത്തയാണോ, ഇനി ജഡികമാണോ ആത്മീയമാണോ ദൈവികമാണോ പൈശാചികമാണോ, അപ്പം ഇങ്ങനെ ഓരോ വിഷയം കർത്താവ് പറഞ്ഞത് എല്ലാം നല്ലതാണ്, എല്ലാം പ്രയോജനകരമല്ല. 1 എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. അതാണ് എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നിയമാനുസൃതമായിരിക്കാം, പക്ഷെ ആത്മീയമായി നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല. നമ്മൾ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ അത് ശരിയായതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല ലോങ് ടൈം. അപ്പോൾ അതെപ്പോഴും അത് ഭയങ്കര പാടാണ്. ഈ വെള്ളപ്പൊക്ക കാലം വരണ പോലെ ഇരിക്കും അത്. ഈ വെള്ളപ്പൊക്ക കാലം വരുമ്പോഴേ വെള്ളം ഇങ്ങനെ പൊങ്ങി നിന്നിട്ട് കര ഏതാണ് കായൽ ഏതാണെന്ന് അറിയാൻ പാടില്ലാതെ മൊത്തം കായലായിട്ട് കിടക്കും. അതിനകത്ത് ഒത്തിരി കരയുണ്ടാവും. ഇപ്പം ചില വെള്ളപ്പൊക്ക കാലത്ത് പാലം മുങ്ങിപ്പോയിട്ട് പുഴയും പാലവും അറിയാൻ പാല കിടന്നിട്ട് പാലത്തെ പോയി നിശ്ചയമുള്ള ആൾക്കാരെ പാലത്തെ കൂടി കയറി വന്നിട്ട് മറ്റുള്ളവർ പഴുതെളിക്കണില്ല. അപ്പോൾ ഒന്നും കണ്ടാൽ മനസ്സിലാകാത്ത പറ്റാത്ത അവസ്ഥയാണ് വിവേചനപരം ആവശ്യമായി വരണത്. ഇരിക്കണത് പരിശുദ്ധാത്മാവ് നേരിട്ട് തന്നെ ഉള്ള വരവാണ്. കാരണം പരിശുദ്ധാത്മാവ് നേരിട്ട് നയിക്കുന്നതാണ് നമുക്കതിലൂടെ. അത് ഭയങ്കരമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരു രോഗം ഇപ്പോൾ കൃപാസനത്തൊക്കെ വരുന്ന ആൾക്കാരില്ലേ, ചിലർക്ക് മനോരോഗികളാണ്, പക്ഷെ പറഞ്ഞുകൊണ്ട് വരുന്നത് പിശാചെന്ന് പറഞ്ഞില്ല വരുന്നത്. ഇപ്പം ഞാൻ മൈൻഡ് ചെയ്യത്തില്ല, മനോരോഗത്തിൽ പോയി മരുന്ന് മേടിച്ച് കഴിക്കാൻ പറയും. അതിൻ്റെ കാര്യം എന്താ, നമുക്കറിയാം അത് പിശാചല്ല. ഇവിടെ പിശാചിൻ്റെ വൈകൃതങ്ങൾ കാണിക്കും, പക്ഷേ മാനസിക രോഗമായിരിക്കും അത് കാണിക്കണത്. അപ്പോൾ ചില മാനസിക രോഗം ആണെന്ന് നമുക്ക് തോന്നും, പക്ഷെ പൈശാചികമായിരിക്കും. ഞാൻ പണ്ടൊരു പിശാച് ബാധിതനെ സുഖപ്പെടുത്തുമ്പോൾ അയാൾ ഇതുപോലെ വൈകൃതം കാണിച്ച് 4-5 പേര് കൂടി അയാളെ പിടിച്ച് മണ്ണിൽ പൊത്തി, അയാൾ ഭയങ്കര ഉദ്ദണ്ഡനായത് കാരണം ഭീമനെ പോലെ ഇരിക്കണം, അയാളുടെ പുറത്ത് കയറിയുന്നതാണ്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായത് മാനസികരോഗമല്ല, അത് പിശാചാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ലോർഡ് ജീസസ് ക്രൈസ്റ്റ് pour out his spirit, the fire fingers soak with the precious blood, Lord infuse his spirit, that with his power, devil's legions, Satan set us, may creation be dispelled and thrown afar in the name of Jesus. In the name of Jesus പറഞ്ഞതോടുകൂടി ഇവരങ്ങ് ചൊട്ടിപ്പോയി. അപ്പം കർത്താവ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അവരെല്ലാവരും മുട്ടനീ കയറുന്ന ആ സമയത്ത് ഒരു 2-3 പേരാണ് എൻ്റെ മുതുകത്ത് കയറിയിരുന്നത്, ബാക്കി കൂടെ വന്ന് എല്ലാവരും മുട്ടനീ കയറി ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ. പക്ഷേ ഇൻ ദ നെയിം ഓഫ് ജീസസ് പറഞ്ഞപ്പോൾ ബലൂന് സൂചി കുത്തിയ പോലെ ഇവൻ ചൊട്ടിപ്പോയി. അപ്പോൾ അപ്പോഴാണ് ഞാൻ മുട്ടയുന്നത്. എന്താണെന്നറിയോ, നെയിം ഓഫ് ജീസസ് ഭയങ്കര സംഭവമാണ്. പക്ഷെ പട്ടം കിട്ടി ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ
കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് എനിക്ക് നല്ല ബോധം ദൈവം തന്നത് ഈ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് വിവേചനമാണ് വരുന്നത്, വിവേചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം. പ്രാർത്ഥിച്ച് ഉടമ്പടിയുടെ കാര്യങ്ങൾ ഇവിടെ ഒരു സിസ്റ്ററിനോട് ചോദിച്ചു, കാര്യങ്ങളെല്ലാം ചെയ്ത് ഉടമ്പടി എടുത്തു. തിരിച്ച് ഞാൻ വീട്ടിൽ പോയി. പക്ഷേ ഞാൻ അന്നേരം ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നീട് ഓരോ മാസങ്ങൾ കഴിയുന്തോറും ഈ കാര്യം ഞാൻ അങ്ങ് വിട്ടുപോയി. പിന്നെ അന്നെന്നാണോ ഞാൻ ഉടമ്പടി എടുത്തത്, 10/7/2023 ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഈ നിമിഷം വരെ എനിക്ക് ആ ബ്ലീഡിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അത് എൻ്റെ അമ്മ മാതാവ് ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് എനിക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഫംഗ്ഷന് പോകാൻ പറ്റാതെ ഞാനൊരു ഹിന്ദു വിശ്വാസിയായിരുന്നു. അപ്പോൾ ഒരു അമ്പലങ്ങളിൽ ഒരു കാര്യങ്ങൾക്ക് വീട്ടിൽ ഒരു വിളക്ക് കത്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഇഷ്യൂസ് ഒരുപാടുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് അതിൻ്റെ പേരിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ആ ഒരു സൗഖ്യം എനിക്ക് ഏറ്റവും വലിയൊരു സൗഖ്യമാണ് അത് അമ്മ എനിക്ക് തന്നത്. അതിനൊരായിരം നന്ദി അമ്മയോടും ഈശോപ്പയോടും ഞാൻ പറയുകയാണ്. അതുപോലെ ശ്വാസമുട്ടലുണ്ടായിരുന്നു എനിക്ക്. ഒരു ജോലി ചെയ്യാൻ പറ്റില്ല, ഒരു മിറ്റം തൂക്കാൻ പറ്റില്ല, ഒരു പൊടി അടിക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല. ഒരു തണുപ്പായിട്ടുള്ള ഒരു കാലാവസ്ഥ. എൻ്റെ വീട് സത്യം പറഞ്ഞാൽ എൻ്റെ വീട് പീരുമേടാണ്. പക്ഷേ ആ ഒരു സ്ഥലത്ത് പോയാൽ പോലും എനിക്ക് തുമ്മലും ജലദോഷവും വിട്ടൊഴിയാറില്ല. അതുപോലെ എപ്പോഴും അലർജിയാണ്. ഇവിടെ വന്നതിന്, വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം വർഷം ഇത്രയായിട്ടും എനിക്ക് ശ്വാസമുട്ടൽ മാറിയിരുന്നില്ല. ഓരോ മാസവും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ഓരോ മാസവും ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഉറങ്ങാതെ എണീറ്റിരുന്ന് ഇങ്ങനെ വലിവൊക്കെ ഉള്ളവരൊക്കെ ശ്വാസം എടുക്കണ പോലെ ശ്വാസം എടുക്കാറുണ്ട്. അപ്പോഴേ ഹസ്ബൻഡ് എന്നെ പിറ്റേ ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അല്ലെങ്കിൽ ഓഫീസിലായിരിക്കും, ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറയും, അദ്ദേഹം ഓടി വന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ആദ്യം അവർ വെയിൻ ഇഞ്ചക്ഷൻ എടുക്കും. അതിനുശേഷം ആവി പിടിപ്പിക്കും. ഒരാഴ്ചത്തെ ആൻറ്റിബയോട്ടിക് തരും. ആ ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന സമയത്ത് മാത്രം കുറയും. ആൻറ്റിബയോട്ടിക് കഴിയുന്ന സമയത്താണ് ഞാൻ ജോലികളെല്ലാം ചെയ്യുന്നത്. കാരണം മരുന്നുണ്ടല്ലോ, അപ്പോൾ അത്ര പെട്ടെന്നൊന്നും ശ്വാസമുട്ടൽ ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസം. ആ മരുന്ന് കഴിയുമ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് എല്ലാ മാസവും ഇത് തുടരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ശ്വാസമുട്ടൽ. പിന്നെ അവർ ഡോക്ടേഴ്സ് പിന്നെ പറഞ്ഞു റെഗുലറായിട്ട് അലർജിയുടെ ടാബ്ലറ്റ് എടുക്കണം, മരുന്നെടുക്കണം. കുറേ ആൻറ്റിബയോട്ടിക്കൊക്കെ എടുത്തു, ഒരു മാറ്റവും ഉണ്ടായില്ല. അവസാനം ഞാൻ ഉടമ്പടിയിൽ അതും നിയോഗം വെച്ചിരുന്നില്ല. പക്ഷേ എനിക്ക് അതിൽ പിന്നെ ഞാൻ ഓരോ മാസവും മുടങ്ങാതെ എന്തോ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകുന്നത് പോലെ ഓരോ മാസവും മുടങ്ങാതെ ഹോസ്പിറ്റലിൽ പോകും. അവർ പിന്നെ അവസാനം എനിക്ക് മാസ്ക് തന്നു വിട്ടു ഹോസ്പിറ്റലിൽ നിന്ന്. എപ്പോൾ ശ്വാസമുട്ടൽ വന്നാലും ഇത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇത് മേടിക്കണമല്ലോ, അപ്പോൾ അതിന് ക്യാഷ് കൊടുത്ത് മേടിക്കണം. അപ്പോൾ അവസാനം അവർ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇത് കൊണ്ടുപോയിക്കോ, എന്നിട്ട് ശ്വാസമുട്ടൽ വരുന്ന സമയത്ത് ഈ മാസ്കും കൊണ്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്, അല്ലെ ഇതിന് 250 രൂപ ചിലവാകത്തില്ലേ, എല്ലാ മാസവും ഇങ്ങനെ വാങ്ങിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരെ എനിക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇന്ന് വരെ ഞാൻ ശ്വാസമുട്ടലിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. ഒരു മരുന്ന് പോലും ഞാൻ ഇന്ന് വരെ കഴിച്ചിട്ടില്ല. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എനിക്ക് ശ്വാസമുട്ടലിൻ്റെ മരുന്നുകൾ ഞാൻ പാക്കറ്റായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുമായിരുന്നു. എപ്പോഴാണോ ഇത് വരുന്നത്, അല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ധൈര്യത്തിന് ഞാൻ ഈ മരുന്ന് നേരത്തെ അങ്ങ് കഴിക്കും, കിടന്നുറങ്ങാനുള്ള കൊതി കൊണ്ട്. അല്ലെങ്കിൽ ഉറക്കമില്ല, എണീറ്റിരുന്ന് ഇങ്ങനെ ശ്വാസം എടുക്കുകയാണ്, ഒരു ജീവന് വേണ്ടിയിട്ട് ശ്വാസം എടുക്കുന്നത് പോലെ ശ്വാസം എടുക്കാറാണ് പതിവ്. അതും എൻ്റെ അമ്മ മാതാവും ഈശോപ്പയും എനിക്ക് സൗഖ്യമാക്കി തന്നു. 1000 നന്ദി പറയുകയാണ്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തത് പോയതിന് ശേഷം എനിക്ക് ഒരുപാട് എൻ്റെ മനസ്സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഓരോരോ ദിവസങ്ങളും ഓരോ പ്രശ്നങ്ങൾ, ഞാൻ അറിയാത്ത കാര്യങ്ങൾക്ക്, ചെയ്യാത്ത കാര്യങ്ങൾക്ക്, മനസ്സിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾക്ക് വേറെ കുറ്റങ്ങൾ എല്ലാം കേട്ട് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് എൻ്റെ സങ്കടങ്ങളൊന്നും പറയാൻ ആരും ഇല്ലാത്ത പോലെയായിരുന്നു.
പക്ഷെ ഞാനതൊക്കെ എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിക്കും. അമ്മേ, ഇന്ന പോലെയല്ലേ കാര്യങ്ങൾ, നീ എന്താ എന്തൊന്നും അറിയാത്തേ എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ ഞാൻ അങ്ങ് പറയും. പെട്ടെന്ന് എന്തോ ഒരു വല്ലാത്ത തണുപ്പ് ഫീൽ ചെയ്യും എനിക്ക്. എന്തോ അമ്മ എന്നെ ചേർത്ത് പിടിച്ചോല്ലോ, ഇപ്പം പോലും ഉണ്ട് എനിക്കത്. എന്നെ വല്ലാത്തൊരു തണുപ്പ്, എൻ്റെ ദേഹമൊക്കെ അങ്ങ് കുളിര് കോരും, വാവിട്ട് കരയും ഞാൻ. അപ്പം അമ്മ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസത്താൽ ഞാൻ ആരുമില്ലല്ലോ വീട്ടിൽ. അപ്പോൾ ഒരുപാട് നിലവിളിച്ച് ഞാൻ കരഞ്ഞ് അമ്മയോട് പറയും, എല്ലാ കാര്യങ്ങളും ഞാൻ പറയാറുണ്ട്. പിന്നെ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം വീട്ടിൽ ചെന്ന് ഒരാഴ്ചയൊക്കെ ആകായപ്പോൾ ഞാൻ ടോയ്ലറ്റിൽ മോഷൻ പോയ സമയത്ത് എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ട് ഭയങ്കര വേദന. എനിക്ക് ഇരിക്കാൻ വയ്യ, നടക്കാൻ വയ്യ, ഒന്നും കിടക്കാൻ പോലും വയ്യ. അതുപോലെ ഭയങ്കര വേദനയും ബ്ലീഡിങ്ങും. ഇന്ന് ഈ നിമിഷം എനിക്ക് അന്ന് വരെ ഉണ്ടാകാതിരുന്ന ഒരു അസുഖം അത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇന്ന് വരെ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഈ ലോകത്താരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അസുഖങ്ങൾ ഓരോന്ന് മാറി മാറി വരിക, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഓരോന്ന് മാറി മാറി വന്നതിൻ്റെ കൂട്ടത്തിൽ പുതിയൊരെണ്ണം കൂടെ. എന്താ അമ്മേ ഇത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എനിക്കിത് പെട്ടെന്നൊരു വിഷമമായിപ്പോയി. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. അപ്പം അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി, ഇത് ഫിഷറിൻ്റെ പ്രോബ്ലം ആയിരിക്കാം, ചിലപ്പോൾ അൾസറിൻ്റെ പ്രോബ്ലം ആയിരിക്കാം, പിന്നെ ഇപ്പം ക്യാൻസർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അപ്പം അതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് ആവാം, ഒന്നും അറിയത്തില്ല. ചേച്ചി പെട്ടെന്നൊരു ഗ്യാസ്ട്രോയെ കാണണം. എന്നിട്ട് എനിക്കൊരു ഫേമസ് ഡോക്ടറിൻ്റെ ഫോൺ നമ്പരും ഹോസ്പിറ്റലും ഒക്കെ പറഞ്ഞു തന്നു. എനിക്ക് വല്ലാത്ത പേടിയായിപ്പോയി. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എന്തായാലും നോക്കാം, വീട്ടിൽ വരട്ടെ, ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് നോക്കാം എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ അവിടെ എങ്ങനെ ഇരുന്നിട്ട് ഞാൻ പെട്ടെന്ന് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, അമ്മേ, നിൻ്റെ അടുക്ക ഞാൻ ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ പിന്നെ ഇതുവരെ ഞാൻ എല്ലാ അസുഖത്തിനും ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ചു, എല്ലാം ചെയ്തു. എനിക്കിനി പുതിയൊരു അസുഖത്തിൻ്റെ പേരിൽ എനിക്കിനി ഹോസ്പിറ്റലിൽ പോവണ്ട. ഞാൻ പെട്ടെന്ന് അമ്മ ഇവിടുത്തെ ഉടമ്പടി നേർച്ച വസ്തുക്കളായ തൈലവും ഉപ്പും കയ്യിലെടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പറഞ്ഞു, അമ്മേ, ഉടമ്പടി എടുത്തതിൻ്റെ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഈ തൈലവും ഉപ്പും ഞാൻ ഉപയോഗിക്കുകയാണ്. എനിക്കിതിൻ്റെ പേരിൽ ഒരു ഡോക്ടറെയും കാണണ്ട, എനിക്കൊരു ഹോസ്പിറ്റലിലും പോകണ്ട. ഈ നിമിഷം എനിക്കിത് സൗഖ്യമാക്കി തരണം. പുതിയൊരു അസുഖവും എനിക്കിനി വരണ്ട, എനിക്കിനി തരികയും വേണ്ട. ഞാൻ അമ്മയുടെ മോളായിട്ട്, എൻ്റെ യേശുപ്പയുടെ മോളായിട്ട് ജീവിച്ചോളാം. എനിക്കത് മാത്രം മതി. നീ എനിക്ക് നിയോഗങ്ങളൊക്കെ സാധിച്ചു തരുന്നത് നിൻ്റെ ഇഷ്ടമാണ്. അതൊക്കെ ഞാൻ നിൻ്റെ മുമ്പാകെ എനിക്ക് മെറിറ്റില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ നിയോഗമായിട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് പുതിയതൊന്നും തരരുത്, എനിക്കിനി ഡോക്ടറെ കാണണ്ട, അസുഖങ്ങളൊന്നും തരല്ലെന്ന്. എനിക്ക് പിന്നീട് ആ ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല, ആ വേദന മാറി, എനിക്ക് ഒരു ഡോക്ടറെയും കാണാനായിട്ട് പോകേണ്ടി വന്നിട്ടില്ല. അങ്ങനെ നേർച്ച വസ്തുക്കളായ ഉടമ്പടി നേർച്ച വസ്തുക്കളായ തൈലവും ഉപ്പും കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു രോഗസൗഖ്യം കിട്ടി. അതിനും എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുകയാണ്. പിന്നെ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അമ്മയോട് ഞാൻ പറയുമായിരുന്നു, അമ്മേ, എനിക്ക് നിയോഗങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് അസുഖങ്ങളാണ്. എനിക്ക് എന്താണെന്നറിയില്ല, ഗ്യാസ് എനിക്ക് ഒരു മനുഷ്യരുടെ ശരീരത്തിൽ ഉണ്ടാകാൻ പറ്റുന്ന രോഗങ്ങളെല്ലാം തന്നെ മാക്സിമം എൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. ഗ്യാസിൻ്റെ പ്രോബ്ലം കൊണ്ട് പുറമൊക്കെ ഭയങ്കരമായിട്ട് വിലങ്ങിയിട്ട് എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല. ശ്വാസം എടുക്കുമ്പോൾ പുറമൊക്കെ ഭയങ്കര വേദനയാണ്. അപ്പോൾ ഞാൻ അതിന് ഗ്യാസിൻ്റെ മരുന്ന് കഴിക്കും, പെയിൻ കില്ലർ കഴിക്കും, അങ്ങനെ കുറച്ച് നാളൊക്കെ കഴിക്കും. പിന്നീട് അത് മാറും, പിന്നെയും വീണ്ടും സ്റ്റാർട്ട് ചെയ്യും ഇത് തന്നെ. പക്ഷേ എനിക്കിപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ആ ഒരു പ്രോബ്ലവും ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ ഒരു ഗ്യാസിൻ്റെ മരുന്നൊന്നും എനിക്ക് കഴിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ആ ഒരു രോഗസൗഖ്യവും അമ്മയും ഈശോപ്പയും എനിക്ക് തന്നു. പിന്നെ എനിക്ക് നെഞ്ചിനകത്ത് വല്ലാത്തൊരു ഭാരം, നെഞ്ചിനകത്ത് വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പുള്ള അച്ഛൻ്റെ ധ്യാനത്തിൽ
അച്ഛൻ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു. നെഞ്ചിൽ ആന ചവിട്ടിയതുപോലെയുള്ള വേദന അനുഭവിക്കുന്ന ഒരാളെ ഈശോ ഇപ്പോൾ സൗഖ്യമാക്കുന്നു എന്ന്. എൻ്റെ വേദന ഞാനാണ് അതെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ വേദന ആ നിമിഷം എന്നെ വിട്ടുപോയി. എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുകയാണ്. ഒട്ടനവധി അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ അമ്മയും ഈ ഷോപ്പയിലൂടെ എനിക്ക് നേടിത്തന്നു. അതുപോലെ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് പോയതിന് ശേഷം ഞാൻ എല്ലാവരും പറയുന്ന അമ്മയുടെ സുഗന്ധാഭിഷേകം കിട്ടി, അമ്മയെ കണ്ടു, അമ്മ വീട്ടിൽ വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടോ. അപ്പോൾ പരീക്ഷിക്കൊന്നുമല്ല, എന്നാലും ഞാൻ ഇവിടെ വന്നിട്ട് പോയി കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ. അപ്പം എൻ്റെ അച്ഛന് ഷുഗർ ഉള്ളതാണ്. അപ്പം ഞാൻ ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എൻ്റെ അച്ഛന് ഷുഗർ ഉള്ളതാണ്. അപ്പോൾ ഈ ആഴ്ച 2 ദിവസം കഴിയുമ്പോൾ അച്ഛൻ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോകും. അപ്പോൾ ഞാനൊരു അളവിട്ടു, അമ്മേ എൻ്റെ അച്ഛന് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പം ഇന്ന് വരെ എൻ്റെ അച്ഛന് 90 എന്നുള്ളൊരു റിസൾട്ട് കിട്ടിയിട്ടില്ല. എപ്പോഴും നോർമലിന് മേലെയാണ് ഷുഗർ ഉണ്ടാവുക. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ അച്ഛന് 90 എന്നുള്ളൊരു റിസൾട്ട് തന്ന അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചോളാം എന്ന് പറഞ്ഞു.